ഓൾവേസ് എപ്പോഴും പെടുന്ന പോലെ തന്നെ നമ്മുടെ റെയിൽവേ ഗേറ്റിൽ പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഈസ് 3:06. ഇതുവരെയും ഒന്നും കഴിച്ചില്ല, ചോറ് കഴിച്ചില്ല. ഇനി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് വേണം ചോറ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടില്ല എന്നില്ല. അപ്പോൾ ഹലോ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുക. അവിടെ നിന്ന് ചെറിയൊരു സ്ഥലം വരെ പോകാനുള്ള പ്ലാനാണ്. കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ഇടുന്ന മഴയും മറ്റും കാര്യങ്ങളുമായിട്ട് അത് ഇതുവരെ നടക്കുന്നില്ല. ഇന്നും മഴയായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നത്. ചെറിയൊരു സ്ഥലം, പ്രിയദർശിനി പഴയ ബസ്സാണ്. എപ്പോഴും പോകുമ്പോഴും ശ്രദ്ധിക്കും. വെറുതെ നശിച്ച് പോകാൻ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഇതുപോലെ ഇവിടെ കിടക്കുന്ന വണ്ടികളല്ല, ഇവിടെ കിടക്കണമെന്നല്ല, എവിടെ ഇതുപോലെ വണ്ടികളിങ്ങനെ വഴിയിൽ കിടന്ന് നശിച്ച് പോകണ കാണുമ്പോഴും ഒരു സങ്കടമാണ്. അത് ഉള്ളിൽ വല്ലവൻ്റെയും വണ്ടി തന്നെ, എന്നാലും അതങ്ങനെ നശിച്ച് പോകണ കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമുള്ളൊരു പരിപാടിയാണ്. ഇവിടെ നല്ല മന്തി ചിക്കൻ്റെ മണം അടിക്കുന്നത്. അൽഫാമാണോ മന്തിയാണോ ഇവിടെ നല്ല മണം. എന്തിനും പറ്റിയോ? ഡോറ് അകത്തുനിന്ന് ലോക്കായിപ്പോയി. അവിടുത്തെ മഴയൊന്ന് ഒതുക്കി വയ്യ മാമോ. ഗവൺമെൻറ് ഓഫ് കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, എല്ലാവരും ഉണ്ടല്ലോ. അവിടെ പോകണമെന്നോ എല്ലാവരുടെ? മഴ തുടങ്ങിയല്ലോ. അങ്ങനെയൊക്കെ മഴയൊക്കെ നനഞ്ഞ് കുടിച്ച് ഞാൻ ഇവിടെ എത്തിയിട്ട് റെയിൻകോട്ടൊക്കെ ഒരു ബാഗിൽ വെച്ച് മഴ തോന്നി നിൽക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും അതാണ് കേട്ടോ വണ്ടി. ഇനി നമ്മൾ അതിലാണ് പോകാൻ പോകുന്നത്. അവനെ വിളിച്ചിട്ടുണ്ടാവും, അപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ വണ്ടി കയറിയിട്ട് ബാക്കി അങ്ങോട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാമേ. ഡ്രൈവർ വണ്ടി എടുക്കൂ, പോവാം. ബാഗ് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കേട്ടോ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് റോഡിലോട്ട് കയറിയിട്ട് നോക്കാം. പലതവണ അതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ വർക്കലൊരു സ്വിറ്റ്സർലൻഡൊക്കെ പോലെ ഇരിക്കുന്ന ഒരു വയൽ പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ബാക്കി കാര്യം. കോട്ടക്കത്തെ തിരക്കേട്ട കാരിറ്റ് ജംഗ്ഷനിൽ വളരെ മുതുക്കൊരു കുഴിയായി കേട്ടോ. സംഭവം മണ്ണൊരു കുഴി. ഇവിടെ തിരക്കുള്ള റോഡിൽ നിന്ന് ചെറിയ റോഡിലോട്ട് കയറിയിട്ടുള്ളൂ കേട്ടോ. ഈ ഏരിയ മുഴുവൻ വയലാണ് കേട്ടോ, മൊത്തം വയലാണ്. അങ്ങനെ അറ്റം വരെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ്. മഴ ചെയ്ത് മുഴുവൻ റോഡിൽ വെള്ളവും. വാട്ടർ അതോറിറ്റി ഒരു സൈഡ് ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൈഡ് വീതി കുറവാണ്. ബസ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുഴിയിൽ പോകും. ഇത്ര നാളായെന്നറിയാമോ അങ്ങനെ കിടക്കണം. ഇതുവരെ അവർ ശരിയാക്കിയിട്ടില്ല. മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഈ മഴ കാറിലായതുകൊണ്ട് മഴ കുഴപ്പമില്ലെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റൂല. നഗരം ഒരു പാലം എത്തി 2 വർഷം കൊണ്ട് പണി തീർത്ത പാലമാണ് കേട്ടോ ഇത്. മഴ തുടങ്ങി, കാലവർഷം തുടങ്ങി. യാത്ര ചെയ്യാൻ പറ്റിയ സമയമാണ്, പക്ഷേ നമുക്ക് വെളിയിലൊന്നും ഇറങ്ങി ആസ്വദിക്കാൻ പറ്റൂല. റെയിൻകോട്ടും അപ്പൂപ്പൻ്റെ ചന്തി ഇപ്പം നീര് വന്നേ. ഓക്കെ പോച്ചേനെ ഇപ്പം എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്ക് മഴയില്ലായിരുന്നു, നമുക്ക് ഇറങ്ങാമായിരുന്നു. എനിക്ക് റെയിൻകോട്ടുണ്ട്, എവൻ്റെ റെയിൻകോട്ടില്ല. ഞാൻ തന്നെ ഇല്ല. മഴ തുടങ്ങി. KSEBക്കാരൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പാവം, അവരെ കാര്യം കഷ്ടം തന്നെയല്ലേ. എന്താ വാട്ടർ അതോറിറ്റിയിലെ പുതിയ പണിയാണ്. മഴ തുടങ്ങിയപ്പോൾ ഇടിച്ച് പൊളിച്ച് വെച്ചിങ്ങനെ അവിടെ സൈഡ് മുഴുവൻ വളവാണ് മൊത്തം. ആ മണ്ണ് കണ്ട ഇങ്ങനെ കൂമ്പാരമാണ് കൂട്ടിയിട്ടേക്കണത്, അല്ലാതെ അതൊന്ന് ഉറപ്പിക്കണമെന്നൊന്നുമില്ല. എന്താ അയ്യാണ് ബസ് വരുമ്പോൾ നമ്മൾ കുഴി കിടക്കും. അത് കാറാകുമ്പോൾ നമുക്ക് ചവിട്ടി നിർത്തിയെങ്കിലും ചെയ്യാം. ബൈക്കാണെങ്കിൽ നമ്മൾ ആ ചെളിയിൽ തെന്നി കാല് കുഴി കിടക്കും. മുഴുവൻ ഇടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ കണ്ട ഐസ്ക്രീം കൂമ്പാരം കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ആൾക്കാർ വന്ന് വീഴും. അവന്മാരത് മര്യാദയ്ക്ക് മൂടില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ അതൊക്കെ കണ്ട. ഇതൊക്കെ കുറെ ആൾ മുമ്പേ കുഴിച്ചിട്ടേക്കുന്ന സാധനങ്ങളാണ്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ കല്ലമ്പലം കഴിഞ്ഞതാ പോയിക്കൊണ്ടിരിക്കാനായിട്ട് വർക്കലയിലോട്ട്. ശരി. ഇനി ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ കാണിക്കുന്നു കേട്ടാ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളിതാ റൗണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് റൗണ്ടിൽ നിന്ന് റൈറ്റ് പിടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകണം കേട്ടോ. അവിടെ നിന്നാണ് നേരെ പോകണം. ആണ് വർക്കല റൗണ്ട്. ഇതിങ്ങനെയുണ്ട് കൊള്ളാവും. ഇവിടെ നമ്മളെ വർക്കല റെയിൽവേ സ്റ്റേഷൻ. ബസ്സുകാരന്മാരങ്ങനെ തന്നെ സൂക്ഷിക്കണം. ട്രെയിൻ മൊത്തം റെയിൽവേ ട്രാക്കാണ് കേട്ടോ. അങ്ങനെ ബീച്ച് റോഡും ഒരു സൈഡ് ബീച്ച് റോഡും ഒരു സൈഡ് റെയിൽവേ ട്രാക്കും. അതാണ് ഇതാ റോഡിൻ്റെ പ്രത്യേകത. അങ്ങനെ നമ്മളിതാ ഇടവ ബീച്ചിൽ ബീച്ചിൽ നിന്ന് ഇടവ ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ.
2-3 ദിവസങ്ങൾക്ക് ശേഷം സൂര്യനെ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സൂര്യനെ കണ്ട്. കുറച്ച് ദിവസമായി സൂര്യനെ കണ്ടിട്ട്. സുഖം തന്നെയാടേ. ഇവിടെ കൊണ്ടാടേ കുറച്ച് ദിവസമായി കണ്ടിട്ട്. സത്യം എന്താ ഈ ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥ എത്ര ദിവസമായി പറയുമ്പോൾ കണ്ടിട്ട്. അങ്ങനെ ഇടവേ റെയിൽവേ ഗേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഇടവേ റെയിൽവേ ഗേറ്റ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളതെന്നാണ് തോന്നണത്. 2.3 കിലോമീറ്റർ കാപ്പിൽ ബീച്ചിലോട്ട് കാണിച്ചിരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ, ചെറിയ ദൂരം. നമ്മൾ എത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു നോക്കാം കേട്ടോ. ഇങ്ങോട്ടാണോ സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ. നല്ല അടിപൊളി ബീച്ചും, പക്ഷേ മൊത്തം പാതയും വേസ്റ്റ് ഒരുമാതിരി ഒരു അവസ്ഥയെ കിടക്കണം. നമ്മൾ പാത എന്താണെന്ന് അറിയുള്ളൂ. ഇത്രയും പാത മഴയായിട്ടായി. അവിടെ ഒരു ദേവതേറ്റി വെഡിങ് ഷൂട്ടൊക്കെ കിടക്കുന്നത് കൊള്ളാം കേട്ടാ. ഇപ്പൊ സൂര്യനെ കുറെ ദിവസം ശേഷം കിടക്കുന്നത് പാത കിടക്കുന്നുണ്ട്. എന്തിനാണ് പതയെന്ന് അറിയാൻ വയ്യ. ഇതുപോലെ പതതാ ഇങ്ങനെ പറന്ന് കയറി വരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണമെന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. നോക്കാൻ എന്തായാലും പോയി അങ്ങോട്ട്. മൊത്തവും പതയും കുറെ വലയും വേസ്റ്റും. ഒരു വൃത്തിയായിട്ട ഒരു ബീച്ച് പോലെ ഉണ്ട് അല്ലേ. കുറേതാ ചവ്വരി പോലെ കിടക്കണം. ചവ്വരിയാണ് എന്തോ അല്ലേ, ചവ്വരിയാണെന്ന് പറഞ്ഞാ. പത പറന്ന് വരണം പത. ചവ്വരി അല്ലേ എന്തോ ചവ്വരി പോലെ കിടക്കണ്. അതുകൊണ്ട് ചവ്വരി അല്ലടാ അത്. മീന്റെ മുട്ടയാണോ ഇനി ചവ്വരി പോലെ കിടക്കുന്നത്. താരുന്നുണ്ട് ചവിട്ടം റബ്ബർ പോലെ. ഇതിലാണെന്ന് അറിയുന്നത്. പിന്നെ കുറെ പാതയും. കുറെ ദിവസത്തിന് ശേഷം എന്തായാലും ബീച്ചിൽ വന്നപ്പോഴത്തേക്ക് സൂര്യനെ കാണാൻ പറ്റണം. നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആൾക്കാരെ മത്സ്യബന്ധന ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അവിടെ അവരെ മീൻ പിടിക്കാൻ പോകുന്നതിന്റെ ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇങ്ങനെ ഈ റൂട്ട് വെച്ച് നടന്ന് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. വളരെ അടുത്തുകൂടെയാണ് കേട്ടോ. നേവിയുടെ വിമാനം പോലെ അങ്ങനത്തെ ഒരു സാധനം കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. ശംഖ് കിട്ടിയിട്ടുണ്ട്. നല്ല ഡിസൈനൊക്കെ ഉള്ള അടിപൊളി ശംഖ്. പക്ഷേ ജീവനില്ല മനുഷ്യൻ. അപ്പുറത്ത് അവിടെ ബീച്ച്, ഇവിടെ കായൽ കേട്ടാ. ഈ സൈഡ് ഇവിടെ ബോട്ടുകളൊക്കെ അടുക്കി ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. അവിടെ ഒരു പള്ളി. ഈ പള്ളിയുടെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി വന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാർമേഘം തോ ഇങ്ങനെ മുകളിൽ പോണ്ട്. ശംഖ് അതാണ് അവിടുത്തെ അവന് കിട്ടിയ സമ്പാദ്യം. അതെന്തേര് ഒരു രൂപ കളഞ്ഞ് കിട്ടി. ബീച്ച് ഇങ്ങ് കയറി വരുന്നുണ്ട് കേട്ടോ. പതഞ്ഞ വെള്ളം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മളിങ്ങനെ ബീച്ച് പിടിച്ച് അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബീച്ച്. കാരണം ആ പത ഇങ്ങ് കയറി വരും കേട്ടോ. തേര ഇങ്ങ് കയറി ഇതുവരെയും വരും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു തിരി അങ്ങോട്ട് വരും. ഇങ്ങ് കയറി വരണ ഒരു തിരി അങ്ങോട്ട് വന്നിട്ടേ കൊള്ളായിരുന്നു. എന്താ പറഞ്ഞു എന്താ നല്ല പതഞ്ഞു പോകണ ബീച്ച് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിപ്പോഴും ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല കേട്ടോ. നമ്മളിവിടെ തന്നെ കിടന്ന് കറങ്ങിയാണ്. ഇവിടെ മൊത്തം ബ്ലാക്ക് ബീച്ചാണ് കേട്ടോ. ബ്ലാക്ക് ബീച്ച് എന്ന് പേര് പറയാൻ കാരണം മണല് കണ്ട നല്ല കറുത്ത മണലാണ് കേട്ടാ. ഇത് ചവ്വരി, ഇത് ബീച്ച്. മണല് കണ്ട കറുത്ത മണലാണ് കേട്ടാ. നല്ല കറായിരിക്കുന്നുണ്ട്. അതാണ് ബ്ലാക്ക് ബീച്ച് എന്ന് പേര് പറഞ്ഞത്. പക്ഷെ ഇത് ആക്ച്വലി ബ്ലാക്ക് ബീച്ച് എന്നല്ല. ഇതാണ് കാപ്പിൽ ബീച്ചാണ്. അതിന്റെ അനുബന്ധ പ്രദേശമാണ് കേട്ടാ. കണ്ടാ ഇതാണ് മൊത്തം കറായിരിക്കുന്ന മണല്. എന്താണെന്ന് അറിയാൻ വയ്യ. അടിപൊളി ഒരു ബീച്ച്. ഇങ്ങോട്ടൊന്നും വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. കറുത്ത ബീച്ച്. ഇവിടെ കടലും ഇതിന്റെ ഇപ്പുറത്ത് കയറിയ കായൽ കാണാൻ പറ്റും. നോക്കട്ടെ. ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ഇതിന്റെ അപ്പുറത്ത് കണ്ട കായലുണ്ട് കേട്ടോ. അവിടെ കായലുണ്ട്. നമ്മള് ബീച്ചിൽ നിന്നോട്ട് ഇങ്ങോട്ട് കയറി പായൽ കൂടി കിടക്കണതാണ് കേട്ടോ. നമ്മള് വിചാരിച്ചു ഗ്രൗണ്ട് എന്ത്, പായൽ കൂടി കിടക്കണതാണ് കേട്ടാ. പായൽ കയറി കിടക്കണതാണ്. കൊള്ളാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ബീച്ച്, ഇവിടെ കായൽ. കൊള്ളാം. നമുക്ക് നമ്മള് പറഞ്ഞ ആ സ്ഥലത്തോട്ട് പോയാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ നിന്ന് പാല് ഇങ്ങനെ അടിഞ്ഞു വന്ന് കിടപ്പുണ്ട്. നല്ല ക്ലിയർ വെള്ളം കേട്ടോ. അടി കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലിയർ വെള്ളം. കൈ അങ്ങ് താഴെ കാണാൻ പറ്റും. ചെരുപ്പ് ഷൂസ് ഇല്ലായിരുന്നെങ്കിൽ ഇറങ്ങായിരുന്നു. അത്രയ്ക്ക് നല്ല ക്ലിയർ വെള്ളം കേട്ടോ. അടിപൊളി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. കുറേ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വള്ളം കിടക്കുന്നു. രണ്ട് ബൈക്കിനുണ്ട്. അടിപൊളി. വെള്ളത്തിന്റെ ക്ലിയർ ആണ് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള കാര്യമുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്ര ക്ലിയർ ആയിട്ടുള്ള സൂര്യൻ അവിടെ കാർമേഘത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ സൈഡ് പിടിച്ച് ഇങ്ങനെ നടന്നു പോകാൻ കേട്ടോ. പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളൊക്കെ കൊണ്ട് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഭയങ്കര മോശം പരിപാടിയായിട്ട് കാണുന്നത്. അടിപൊളി. അങ്ങോട്ട് പോയി കാണിച്ചു തരാൻ.
ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് കണ്ടൽക്കാടുകൾ കാണുന്നത് കേട്ടോ. നടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടാ, എൻ്റെ മോനെ അടിപൊളി കേട്ടാ. കണ്ടൽക്കാടുകൾ, ആ ചെടികൾ നല്ല രസമുണ്ടല്ലേ, ആ വേരായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. നൈസ് കേട്ടാ സ്ഥലം, അടിപൊളി. കാട്ടിനിടയിൽ നിന്നൊക്കെ സൗണ്ടൊക്കെ കേൾക്കണേ, ആരാന്തോ അതിൻ്റെ ഇടയിൽ ഇരിക്കണം തോന്നുന്ന ആള്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കാടിങ്ങനെ നിൽക്കുന്നതാണ്. നൈസ്, വിചാരിക്കുന്നതിനേക്കാളും നൈസ്. നമ്മൾ ആ ഒരു കാപ്പിൽ വന്നിട്ട് ആ ഒരു കാറ്റാടിപ്പാടം കണ്ടു പോണേനേക്കാളും, കാറ്റാടിപ്പാടമല്ലല്ലോ എൻ്റെ പേര്, കാറ്റാടി മരം കണ്ടു പോണേനേക്കാളും നല്ല ഭംഗിയുണ്ട്. ഇവിടെ വെള്ളം മണലും കറുത്ത മണലിലൂടെ ഒക്കെ ജോയിൻ ആവണമെന്നുണ്ട്. അവിടെ സൂര്യൻ നിൽക്കുന്നു, മുകളിൽ പരുന്ന് പോകുന്നു. ഇവിടെ കണ്ടൽക്കാട്, നല്ല തെളിഞ്ഞ വെള്ളം, ഓപ്പോസിറ്റ് അതുവഴി റോഡ് പോകുന്നുണ്ട് കേട്ടോ. അതാണ് കാപ്പിൽ പോകുന്ന റോഡ്. ഇങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് പോണത്. അവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, അടിപൊളി. ഇവിടുന്ന് ഇതുവഴി ഇങ്ങനെ നടന്ന് പോവാം. നമ്മൾ ജസ്റ്റ് ബീച്ച് വഴി കയറി പോകാൻ കേട്ടോ, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ബീച്ച് നല്ല കറായിരിക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കണമെങ്കിൽ നല്ല കറായിരിക്കണം. മണ്ണ് ആ സൂര്യൻ മേഘത്തിൻ്റെ ഇടയിലിരിക്കുന്നു, ഭയങ്കര കാറ്റും കേട്ടോ, കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ നല്ല ഭംഗിയുണ്ട്. അപ്പുറത്ത് കായലും കണ്ടൽക്കാട്, ഇവിടെ കറുത്ത മണലുള്ള ബീച്ച്. നല്ല ഭംഗിയുണ്ട്. ഒരു ഇടുക്ക് വഴിയിൽ വന്ന് കയറി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു വന്ന് വിചാരിക്കണ എനിക്കല്ല, നൈസ് സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഇത് കാറ്റാടി മരങ്ങളാണ് കേട്ടോ. കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ ഒരു നൈസ് യാത്ര. അപ്പുറത്ത് നല്ല കറുത്ത ഒരു ബീച്ചും, കറുത്ത ബീച്ച് എന്ന് പറയുമ്പോൾ ബ്രേസിസം അല്ല, കറുത്ത മണലുള്ള ബീച്ചും. ഇവിടെ ഈ കായലിൻ്റെ വെള്ളം ഇത്രയും തെളിഞ്ഞ വെള്ളം കേട്ടോ, ഭയങ്കര തെളിഞ്ഞ വെള്ളം. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഞാൻ കണ്ടിട്ടില്ല. അത് ഇത്രയും മഴയ്ക്ക് ശേഷം അടിപൊളി കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം, നൈസ് ശരിയല്ല. പിന്നെ നമ്മൾ ആ ഒരു കണ്ടൽക്കാടുകൾ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, അടിപൊളി കാണാനായിട്ട്. സൂര്യൻ അവിടെ മേഘങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാർമേഘം വരും, അതിൻ്റെ ഇടയിൽ കയറും. ചിത്രശലഭമൊക്കെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ചിത്രശലഭമൊക്കെ ഉണ്ട് കേട്ടോ, കുറേ നാളെ ചിത്രശലഭത്തിനെ കണ്ടത് കണ്ട. ചിത്രശലഭമൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. നൈസ് സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ലതാ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടന്നു വന്നേട്ടാ, ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ. നൈസ് കേട്ടാ, ഒരു രക്ഷയില്ല, സൂപ്പർ സ്ഥലം. എൻ്റെ മോനെ അടിപൊളി കേട്ടാ. കണ്ടൽക്കാട് ഇങ്ങനെ കിടക്കണത്, ഇതുവഴി നടന്നു പോകാൻ പറ്റുമെന്ന്. വെള്ളം കാല് ഷൂസ് നനയാതാണ് നോക്കണത്. അവിടെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കയറി കേട്ടോ. അതുവഴി ഇനിയിപ്പോൾ നടന്നു വരാൻ പറ്റൂല. കണ്ടൽക്കാട് കൂടെ എന്തോ പന്താന്തര കിടക്കുന്നത്. അതിലിടണ ഇതല്ലേ, വെള്ളത്തിൽ പൊങ്ങി വല പൊങ്ങി കിടക്കാനുള്ള താരങ്ങളുണ്ട്. അങ്ങോട്ടൊന്ന് നടന്നു പോയിട്ട് വരേണ്ട. പദമുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. സൂര്യൻ കാർമേഘത്തിൽ മറഞ്ഞു നിൽക്കുന്നു. നല്ല ഭംഗിയുള്ള വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അതാണ് എപ്പോഴും എപ്പോഴും എനിക്ക് ഇതായിട്ട് തോന്നിയിരിക്കുന്നത്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. പുല്ലൊക്കെ നയിക്കാൻ വെള്ളം നനഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാറ്റാടി വരെ, ഇടയ്ക്കിടയ്ക്ക് അതുപോലെ കണ്ടൽക്കാട് പോലെ, ഇടയ്ക്കിടയ്ക്ക് ദ്വീപ് പോലെ കേട്ടോ. വലിയ ആഴമില്ല ഇങ്ങോട്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചെടികളൊക്കെ പൊടിച്ച് കിടക്കുന്നത്. ഈ പുല്ലും ഈ ഒരു ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും വേണ്ട. അവിടെ നിന്ന് അത്രയും കണ്ടൽക്കാടുകൾ കഴിഞ്ഞിട്ട് സൂര്യൻ അവിടെ ഏകദേശം അസ്തമിച്ച് വരാറായിട്ടാ. ഇന്നാണ് ഇത്രയും ലൈറ്റും കാര്യങ്ങളും സൂര്യനെ കണ്ടു തുടങ്ങിയേട്ടാ. നല്ല ഭംഗിയുള്ള കണ്ടൽക്കാട്. കണ്ടൽക്കാടല്ലേ ഇനി എന്തിനു പറയണത്, കണ്ടൽക്കാട് അതല്ലേ, അത് കണ്ടൽക്കാട്. ഇത് നമ്മളെ കാറ്റാടി മരങ്ങൾ. നല്ല ഭംഗിയുണ്ടിട്ട് കാണാനായിട്ട്, വിചാരിക്കുന്ന കണക്കല്ല. ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് വന്ന കണക്കുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ സൈഡ് നിൽക്കുന്നവർക്ക് ഇവിടെയൊക്കെ നമ്മളെ കണ്ടൽക്കാട് കാര്യങ്ങൾ. എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നോക്ക്. ഇത്ര കണ്ടിട്ട് മതിയാവില്ല. അവിടെ നിന്ന് അങ്ങേ അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ ഇതുപോലത്തെ സ്ഥലങ്ങൾ കേട്ടോ. കണ്ടൽക്കാടുകളും ഇവിടെ കാറ്റാടി മരങ്ങളും അപ്പുറത്തെ ബീച്ചും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടെ സ്ഥലത്തിന്റെ ഈ ഒരു ഭംഗിയൊക്കെ പുല്ലിന്റെയൊക്കെ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടാ. കിട്ടുക്കാച്ചി സ്ഥലം. ഒന്ന് തീർത്തായിട്ടുണ്ട്. നമ്മളെപ്പോഴും കാപ്പിൽ പോകുമ്പോഴത്തേക്കും അതുവഴി അങ്ങനെ കറങ്ങി ബീച്ച് വഴി വരണേനേക്കാളും നല്ലത് ആ ബീച്ച് വഴി നടന്ന് ഇങ്ങോട്ടും വരാം. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെയും വരാം. എന്തായാലും ബീച്ച് കാപ്പിൽ മാത്രം കിടന്ന് കറങ്ങാൻ നിങ്ങൾ തിങ്ങളും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും ഒരുപാട് നാൾ കൊണ്ട് കാപ്പിൽ വെച്ചിട്ട് വരുന്നുണ്ട്. ആ സൈഡ് വഴി കറങ്ങി ചുമ്മാ ബീച്ച് റോഡ് പിടിച്ച് കറങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. അത് നഷ്ടമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ ആൾക്കാർ ഇടയ്ക്കൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ദയവായി നിങ്ങൾ വരുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് ഇടായിരിക്കുക. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി എന്തിനാണ് നശിപ്പിക്കുന്നത്? അതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. എൻ്റെ മോനെ, നമ്മൾ നടന്നു കിടന്ന്
അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നു കേട്ടോ. പക്ഷേ നടന്ന സ്ഥലങ്ങളെല്ലാം പുറത്തായിരുന്നു. ഇവിടം വരെ ഉള്ളു കേട്ടോ. പിന്നെ അങ്ങോട്ട് നമ്മുടെ കാപ്പിൽ ബീച്ചിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടം വരെയുള്ളൂ നമ്മൾ ആ ഒരു സ്വിറ്റ്സർലൻഡിനകത്തുള്ള ആ ഒരു ലേക്കും ആ ഒരു അനുബന്ധ പ്രദേശങ്ങളും പുല്ല് മരം ഒക്കെ ആ ഒരു സ്ഥലങ്ങളിലേ ഉള്ളു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നടന്നു വന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വെള്ള ബീച്ചായി തുടങ്ങി ഒരു സംശയമുണ്ട്. അങ്ങോട്ട് ചെറിയ വെള്ള ബീച്ചുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിച്ച് ഇതാ പോയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം സൂര്യൻ അസ്തമിച്ചപ്പോഴാണ് കേട്ടോ കാണുന്നത്. സീകളിന്റെ വിളി പോലെ കേൾക്കുന്നുണ്ട്. സീകളല്ല, അവിടെ പട്ടികൾ കിടന്ന് കളിക്കണാണ്. സീകളിന്റെ വിളി പോലെയാണ് കേൾക്കണത്. നല്ല അടിപൊളി ഒരു കായല് ആ ഒരു പ്രദേശം ആസ്വദിച്ചിട്ട് ഇതുപോലെ അടിപൊളി ഒരു സൺസെറ്റ്. നല്ല തിരയുള്ള ബീച്ചിൽ കറുത്ത മണല്, നല്ല വെള്ള തിര, പതഞ്ഞ തിര, നല്ല അടിപൊളി ഒരു സൺസെറ്റ്. ഇതിലും വലിയ ഭാഗ്യം എന്ത് വേണം? ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് കുറച്ച് നാളായിപ്പോ ഞാൻ കണ്ടിട്ട്. പക്ഷെ ഭയങ്കര ഭംഗി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പൊ സമയം ഏകദേശം 6:38 ഈ ഒരു രാവിലെ പോലും ഈ ഒരു കാലാവസ്ഥ നിന്നതാണ്. എന്തോ ഭാഗ്യം കൊണ്ട് വെളിയിറങ്ങിയിട്ടും നമുക്ക് മഴയൊന്നും ഇല്ലാതെ ഈ ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയിട്ടാ. അപ്പം ഒരുപാട് താങ്ക്സ് ഉണ്ട് സൂര്യന്. കൊള്ളാം. അപ്പൊ ഈ ഒരു സൺസെറ്റും കണ്ടുകൊണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ വിടം പറയുകയാണ് കേട്ടോ. അപ്പം ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ.